into my eyes, you will see what you mean to me. Such a heart, such a soul. And when you find me there, you'll search no more. Don't tell me it's not worth trying for. You can't tell me it's not worth dying for. You know it's true. Everything I do it for you. Look into your heart, you will find there's nothing there to hide. Take me as I am, take my life. I would give it all, I would sacrifice. Don't tell me it's not worth fighting for. I can't help it, there's nothing I want more. You know it's true. Everything I do it for you. There's no love like your love, and no other could give more love. There's no way unless you're there all the time, all the way, yeah. To your heart, baby. Oh, you can't tell me it's not worth trying for. I can't help it, there's nothing I want more. Yeah, I would fight for you, I'd lie for you, walk the wire for you. Yeah, I'd die for you. Everything I do, it will see it through. It will see it through. ഇതിന്റെ വകയായിട്ട് പ്രിയ ജോബിന് ഞങ്ങൾ പ്രസന്റേഷൻ ബൈബിൾ കൈമാറുകയാണ്. ഇന്നു നിൻ സന്നിധിയിൽ ആടിയാർക്കു വന്നു ചേരുവതിനാ. ഇന്നു നിൻ സന്നിധിയിൽ ആടിയാർക്കു വന്നു ചേരുവതിനാ. Arriba.
സങ്കീർത്തനം 20. യഹോവ കഷ്ടകാലത്തിലേക്ക് ഉത്തരമാകുമാകട്ടെ, യാക്കോബിൻ നാമത്തിന് ഉയർത്തുമാറാകട്ടെ. അവൻ ശ്രമത്തിൽ നിന്ന് സഹായം അയക്കുമാറാകട്ടെ, സിയോനിൽ നിന്ന് താങ്ങുമാറാകട്ടെ. ഈ വഴിപാടൊക്കെയും അവൻ ഓർക്കട്ടെ, യഹോവയാഗമൊക്കെ കൈക്കൊള്ളട്ടെ. വിഗ്രഹത്തിൽ ആഗ്രഹം അവൻ നൽകട്ടെ, താല്പര്യമൊക്കെ അവൻ നിവർത്തിക്കട്ടെ. ഞങ്ങൾ ജയത്തിൽ ഘോഷിക്കും, ഞങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവന്റെ അപേക്ഷയൊക്കെയും നിവർത്തിക്കട്ടെ. യഹോവ തന്റെ അഭിഷേകത്തിനെ രക്ഷിക്കുന്നു എന്ന് ഇപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിഷയത്തിൽ നിന്നും പറയുകയും സൃഷ്ടികമായ വ്യക്തികളാൽ അവനെ ഉത്തരം നൽകും. ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കും. ഞങ്ങൾ യഹോവയിൽ നാമത്തെ കീർത്തിക്കും. അവർ പൊഴിൽ നിന്ന് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരം വരണം. നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ഉണക്കാം. ഈ രാവിലെ സമയം നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വാത്സല്യ ഭവനത്തിന്റെ തുണലിൽ പ്രിയ മകൻ ജോബിന്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ അവന് രാവിലെ സമയം നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന് അവനെ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന് അവസരം ഒരുക്കില്ലോ. നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ രാവിലെ സമയം നമ്മൾ ഇവിടുന്ന് യാത്ര തിരിച്ച് നെടുമങ്ങാട്ടേക്ക് നാം കടന്നു പോകുമ്പോൾ യാത്രയിലുടനീളം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ നടക്കുന്ന വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കാം. എല്ലാ നിലയിലുള്ള ദൈവിക അനുഗ്രഹങ്ങളെ കഥാവ് പകരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ജോബിനെ കഥാവ് അനുഗ്രഹിക്കേണ്ടതിനായി തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പ്രിയ സഹോദരിക്കായി പ്രാർത്ഥിക്കാം. അവന്റെ മക്കളുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായി മാറുക. ിൽ നിന്ന് മക്കളെ അനുഗ്രഹിച്ച് എല്ലാ നന്മകളാലും നിറയ്ക്കുവാൻ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ രാവിലെ സമയം കടന്നു വന്ന് അവൻ പ്രിയ ജോബിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ ദൈവമേ, ഞങ്ങൾ ഇവിടെ നിന്ന് കർത്താവ് യാത്ര തിരിക്കുന്നതിന് മുമ്പായി ദൈവസന്നിധി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവൻ ഞങ്ങൾ അവിവാഹ സ്ഥലത്തേക്ക് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വാഹനങ്ങളെല്ലാം കർത്താവ് നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ തലവടക്കിരിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം. ഞങ്ങളോടൊപ്പം കടന്നു വരുന്ന എല്ലാവർക്കുമായി സ്തോത്രം. അവിടെ വിവാഹ ശുശ്രൂഷകളെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവനെ തക്ക തുണയുണ്ടാക്കി കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തവനായ ദൈവം കർത്താവിന്റെ മകന് വേണ്ടി ഇന്നത്തെ ദിവസം ദൈവം ഇങ്ങനെ ഒരുക്കിയതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന് വലിയ സാന്നിധ്യം കൊണ്ട് കർത്താവ് ഞങ്ങൾ എല്ലാവരും നിറയ്ക്കുന്നതിനായി സ്തോത്രം. തന്റെ മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവൻ കർത്താവെ പ്രിയ മകനെ സ്തോത്രത്തോളം വളർത്തിയെടുക്കുവാൻ, കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലേക്ക് മകനെ കർത്താവെ നടത്തുവാൻ അവൻ ദൈവം കൊടുത്ത നല്ല ഭാഗ്യപദവിക്കായി സ്തോത്രം. കർത്താവിനെ അവരെ അനുഗ്രഹിക്കണമേ. സഹോദരങ്ങൾക്കായി സ്തോത്രവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇവിടെ കടന്നു വന്ന ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാരായി സ്തോത്രം, കർത്താവ് ദേവദാസന്മാരായി എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. അവൻ കർത്താവ് ഒരുമിച്ച് പ്രിയ മകനെ അവന്റെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒരുമിച്ച് അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അത് വലിയ അനുഗ്രഹമായി തീരട്ടെ. സിയോനിൽ നിന്ന് അവരെ അനുഗ്രഹിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും കാവലും നാം എല്ലാവരോടും സ്തോത്ര കർത്താവിന്റെ വരവരെ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കും. എൻ വീട്ടിനാഥനായി ഏവർക്കും ജീവനായി കണ്ടെത്തിയ സ്നേഹമല്ലേ കരുണയുള്ള ദൈവം, കരുണയുള്ള ദൈവം.
എൻ വീട്ടിൻ നാഥനായി ഏവർക്കും ജീവനായി കണ്ടെത്തിയ സ്നേഹമല്ലേ കരുണയുള്ള ദൈവം, കരുണയുള്ള ദൈവം. പാനപാത്രം നീട്ടി ഞാൻ നിൽക്കയായി കണ്ണുനീരിനുപ്പുരസം ചേർന്നുവല്ലോ. നിൻ മുന്നിൽ പാനപാത്രം നീട്ടി ഞാൻ നിൽക്കയായി കണ്ണുനീരിനുപ്പുരസം ചേർന്നുവല്ലോ. ജീവിതമാം പാപഭാരം ഏറുകയാണെന്നുമെന്നും എന്റെ യേശുനാഥനല്ലേ കാത്തിടില്ലേ, എന്റെ യേശുനാഥനല്ലേ കാത്തിടില്ലേ. എൻ വീട്ടിൻ നാഥനായി ഏവർക്കും ജീവനായി കണ്ടെത്തിയ സ്നേഹമല്ലേ കരുണയുള്ള ദൈവം, കരുണയുള്ള ദൈവം. പാരിതിൻ പാപമെല്ലാം ചൂടി ഞാൻ നിൽക്കയായി എൻ്റെ ആത്മസഞ്ചയത്തിൽ നിറയുകില്ലേ. പാരിതിൻ പാപമെല്ലാം ചൂടി ഞാൻ നിൽക്കയായി എൻ്റെ ആത്മസഞ്ചയത്തിൽ നിറയുകില്ലേ. മാനസമാം പാപതാപം പേറുകയാണെന്നുമെന്നും എന്റെ യേശുനാഥനല്ലേ കാത്തിടില്ലേ, എന്റെ യേശുനാഥനല്ലേ കാത്തിടില്ലേ. എൻ വീട്ടിൻ നാഥനായി ഏവർക്കും ജീവനായി കണ്ടെത്തിയ സ്നേഹമല്ലേ കരുണയുള്ള ദൈവം, കരുണയുള്ള ദൈവം. എൻ വീട്ടിൻ നാഥനായി ഏവർക്കും ജീവനായി കണ്ടെത്തിയ സ്നേഹമല്ലേ കരുണയുള്ള ദൈവം, കരുണയുള്ള ദൈവം.
നാളുകളായ ഈ ആടുകൾ കടന്നു സൗകര്യത്തിലേക്ക് എല്ലാ ഫലങ്ങളും ചില വ്യക്തികൾക്ക് കാവലെ ശ്രദ്ധിക്കാതെ ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാൻ ദൈവദാസന്മാരെ ശക്തിയോടെ ഉപയോഗിക്കുവാൻ വർഷത്തെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഏറ്റവും പ്രത്യേകമായി തീരുവാൻ തയ്യാറേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്നേഹമുള്ള സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ ഈ ദിവസത്തിന്റെ രാവിലെ സമയത്ത് ഞാൻ അങ്ങയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളായി സ്തോത്രത്തിന്റെ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, സഭ പ്രാർത്ഥിച്ചു. ആമേൻ. സ്തോത്രം നിങ്ങളുടെ മാതാപിതാക്കന്മാർ ഒക്കെ പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ഇന്ന് പകൽക്കാല വർഷത്തെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഈ ആഡിറ്റോറിയത്തിൽ നടത്തുവാൻ സ്വർഗ്ഗത്തിലേക്ക് ഇടയാക്കിയ മഹാദയക്കും കരുണയ്ക്കും നദിയോട് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. മനുഷ്യലേഖനായിരിക്കും നന്നല്ല എന്നറിഞ്ഞ് ആമേൻ സ്തോത്രത്തെ തക്കാത്തോടെ ഒരുക്കുന്ന സ്വർഗ്ഗത്തിലെ ഇന്ന് പകൽക്കാല വർഷത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഭാവികൾക്കായി സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രതീക്ഷയോടെ ആയിരിക്കും എല്ലാവരെയും അവർ പ്രാർത്ഥിക്കുകയാണ്. വർഷിച്ച അവരുടെ മാതാപിതാക്കന്മാർക്കായി സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് മനസ്സിലെ സഹോദരരുടെ മാതാപിതാക്കന്മാർക്കായി, ദേവദാസന്മാർക്കായി, സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വളരെ ഈ യാത്രയിൽ ക്ഷേമത്തോടെ കർത്താവ് കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഇവിടെ നടക്കുന്ന വിവാഹ ശുശ്രൂഷ ഏറ്റവും ധനികരമാക്കി ദൈവം ദീർഘമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരെ ശക്തിയോടെ ആത്മാവിന്റെ നിറയിൽ വന്ന ശുശ്രൂഷകൾക്കായി അധികാരപ്പെടുത്തുന്നവേ കർത്താവേ, ഇത് സഭകളിൽ വന്നിരിക്കുന്ന, ഇരു കുടുംബങ്ങളിൽ വന്നിരിക്കുന്ന ഏവരെയും അനുഗ്രഹിക്കുമാറാകണം. വിശേഷാൽ ഈ ശുശ്രൂഷ ആശീർവദിക്കുന്ന ബഹുമാന കർത്തൃദർശനം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവ ആത്മാവിന്റെ നിറവിൽ ശുശ്രൂഷ നിവർത്തിയെടുക്കുവാനൊക്കെ ദൈവ സഹായിക്കണമേ കർത്താവേ. you.
ചന്ദ്രദാസ് രണ്ട് ദേവദാസന്മാർ ഈ വിവാഹ ശുശ്രൂഷ പ്രാർത്ഥിക്കാൻ. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ ഹൃദയം രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖൻ്റെ എഴുത്തുപോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരില്ലാതെ സുന്ദരൻ, ലാവണ്യം നിന്റെ അതിരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവരെ നിന്റെ വാൾ അരയ്ക്ക് കെട്ടുക, നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കണമെന്നോ നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നെ എന്നേക്കുള്ളതാകുന്നു. നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൾ നീതിയുള്ള ചെങ്കോൾ ആകുന്നു. മാത്രമെല്ലാം മോളും ചന്ദനവും മുഖം കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാഥൻ നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീ മലകൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്ത് ഭാഗത്ത് രാജ്ഞി ഓഫിയർ തന്നെ അണിഞ്ഞ് നിൽക്കുന്നല്ലോ. നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സ്വർണവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭൻ പൂർണ്ണയാകുന്നു. അവളുടെ വസ്ത്രം വെങ്കശവുള്ളത്. അവളെ ചിത്രത്തെയുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസഭയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെ നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജസഭയുടെ മന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരിക. സർവശക്തനായ ദൈവം ഒരുക്കുന്ന വിലപ്പെട്ട അവസരത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയാണ് പോകണം. നിങ്ങൾ പകൽ കർത്താവിനെ ഒരുക്കി തന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം നടക്കപ്പെടുന്ന ഈ വിവാഹം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. ഏത് പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് പിതാക്കന്മാരെ അനുഗ്രഹിച്ചവനായ ദൈവം ഇന്ന് പകൽക്കാലങ്ങളുടെ സാന്നിധ്യത്തോടെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ പകൽ നടത്തപ്പെടുന്ന ശുശ്രൂഷകളെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ഈ ശുശ്രൂഷകർത്താവ് നടത്തുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ആദ്യയോടെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. സ്തോത്രങ്ങളുടെ പ്രാർത്ഥനയെ യാചന കർത്താവ് കേട്ടിരിക്കൊണ്ട് സ്തോത്രം എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ബന്ധുകാലങ്ങളെക്കായി നാം നിങ്ങളുടെ ഹൃദയങ്ങളോടെ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് അവിടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അവിടെ ആത്മാവനായ ലഭിച്ചെടുത്താൽ നിറഞ്ഞ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ വിവാഹം അനുഗ്രഹിക്കേണ്ടതിന് കർത്താവിന്റെ അവധി ഇറങ്ങി വന്നിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചതുപോലെ ഇന്ന് പകൽക്കാലം വിചിത്ര ജ്യോതി കർത്താവെന്ന മക്കൾ ഒരുമിച്ച് തമ്മിൽ ചേർക്കപ്പെടുന്ന ഈ നല്ല സുദിനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവെ, ഈ പകൽക്കാലം നടക്കുന്ന ശുശ്രൂഷകളെ കർത്താവെ അനുഗ്രഹിക്കേണ്ടതിന് കർത്താവ് ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. അഭിഷേകത്താൽ അറിയപ്പെട്ട കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ ഞങ്ങൾക്ക് നൽകി കർത്താവെ ശുശ്രൂഷ അനുഗ്രഹിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ഭവനക്കാരെ കരകേൽപ്പിക്കുന്നു. മാതാപിതാക്കളായി, സഹോദരങ്ങളായി, ബന്ധുമിത്രാദികളായി, ദൈവദാസന്മാരായി, ദൈവങ്ങളായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കും. പ്രാർത്ഥന കടന്നുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. കർത്താവിന് തന്നെ പരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ വിവാഹ ശുശ്രൂഷയിൽ കടന്നു വന്ന നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യാനുള്ള കടമയാണ് വിശുദ്ധമായിരുന്നത്. നമ്മൾ ക്രമീകരിച്ച് ഞങ്ങൾ ഒത്തിരി താമസിച്ചാണ് വിവാഹ ശുശ്രൂഷ ആരംഭിച്ചത്. വരൻ്റെ വീട്ടുകാർ ദീർഘദൂര യാത്ര ചെയ്താണ് വന്നത്. ദീർഘദൂര യാത്ര മടങ്ങി പോകണം. സമയത്തിൻ്റെ പരിമിതിയെ കണക്കിലെടുത്തുകൊണ്ട് ദീർഘമായ ഒരു സ്വാഗത പ്രസംഗത്തിന് ഉദിരാതെ ചുരുക്കം വാദങ്ങളിൽ സ്വാഗതം പറഞ്ഞിരിക്കുവാൻ കർത്താവ് സ്ഥലപ്പെടുകയാണ്. പെന്തക്കോസ്ത് വിവാഹ ശുശ്രൂഷയിൽ വചന ശുശ്രൂഷയ്ക്ക് എന്നും
മുഖ്യമായ സ്ഥാനമുള്ളത് ഓർക്കാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു പക്ഷേ പ്രസംഗം കൊണ്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്നോ ബുദ്ധിമുട്ടിക്കുന്നോ എന്ന് വിചാരിക്കരുത്. ദൈവവചനത്തിന് ഒത്തിരി ക്രിയകൾ ചെയ്യുവാനുള്ളത്. ദൈവം തകർന്ന കുടുംബങ്ങളെ പണിയുന്നു, ഇണങ്ങാത്തവരെ ഇണക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, സമാധാനം നൽകുന്നു, സന്തോഷം നൽകുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി പദങ്ങളെ ഓർത്ത് ദൈവത്തെ ശ്രദ്ധിക്കുകയാണ്. അനുഗ്രഹീത ദൈവദാസന്മാർ ചുരുക്ക സമയങ്ങളിൽ നിങ്ങൾ പറയുന്ന ദൈവവചനം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ ആത്മീയ ഭൗതിക അനുഭവങ്ങൾക്ക് തീർച്ചയായിട്ടും സന്തോഷമായിരിക്കും, അനുഗ്രഹമായിരിക്കും, നന്മയായിരിക്കുന്നവർക്ക് യാതൊരു സംശയമില്ല. ഞാൻ വാക്കുകൾ ധരിപ്പിക്കുന്നില്ല, സ്വാഗതം ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുന്ന വിശേഷം. ഇന്ന് നമ്മുടെ മുഖ്യ അതിഥികളായി ഇരിക്കുന്ന ജോബിൻ വിചിത്ര അവരാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു കുടുംബങ്ങളും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ വിവാഹത്തിനായിട്ട് ഇരുവരും കടന്നു വന്നിരിക്കുകയാണ്. അവർ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവരാരംഭിക്കുന്ന കുടുംബജീവിതം എല്ലാ നിലകളും അനുഗ്രഹമായി തീരട്ടെ എന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സ്വാഗതം ക്ഷണിക്കുകയാണ്. ഞാൻ ഓർക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സുസ്ഥിരയുടെ പിതാ